അവിടെ പോലീസാണെന്ന് തോന്നുന്നു. അവർ മിക്കവാറും കൈ കാണിക്കും. കൈ കാണിച്ചാലും നിർത്തരുത്, നിർത്താതെ പോയിക്കോണം കേട്ടല്ലോ. മോളെ, ഇവന്മാര് ഉപദ്രവിച്ചോ? എന്തിനാ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയത്? അത് അപ്പച്ചിയുടെ റൂമിലേക്ക് പോണ്ട് കൊടുക്കാൻ വന്നത്. ഈ സമയത്ത് ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കണ്ട കേട്ടോ. രാവിലെ എണീക്കാനുള്ളതല്ലേ. ഏട്ടൻ കൊണ്ട് ചെന്നാക്കാം. പൂ നമുക്ക് വേറെ വാങ്ങാം കേട്ടോ. വാ. കിരീട്ടാ, എല്ലാരും ഉറങ്ങി. നകുലിനോ? നകുലേട്ട മുറിയടച്ച് കിടന്നു. അതെല്ലാം ശ്രദ്ധിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ, ഇനി സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് പോവാം. ഇവൻ അവളെ കുറിച്ച് എന്തറിഞ്ഞാലും നാളെ ഈ സമയത്ത് അവള് എന്റെ കൂടെ എന്റെ ഈ ബെഡിലുണ്ടാവും. ഗിരിയേട്ടാ, എങ്ങോട്ടാ? പാറു ഇവിടെ നിൽക്ക്. എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഇപ്പൊ വേഗം വരണേ. വരാം. ഞാനേ അവളുടെ കെട്ടിയവനാവാൻ പോകുന്നവനാ. ഇന്ന് രാത്രി കഴിഞ്ഞാൽ അവള് എന്റേതായിരിക്കും. അവളെ കുറിച്ച് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഒളിയും മറയും ഇല്ലാതെ പറയാം. എടാ എന്തിനാ എന്റെ പിള്ളേരെയും പാറുവിനെയും ദ്രോഹിക്കാൻ ഇറങ്ങിയുണ്ടല്ലോ. വച്ചേക്കില്ല നിന്നെയും നിന്റെ ചിങ്കിടികളെ. അമ്മ ഒറ്റ ഒരാളെ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇന്ദ്രനെന്നല്ല ആരാണെങ്കിലും തീർത്ത് കളയുന്ന. കരിനീലിക്കാവിൽ അമ്മയാണ് സത്യം. താഴോട്ട് പോണ്ട, അവിടെ നിറയെ ആൾക്കാരാ. ആ ഭാഗത്ത് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വാ. ശ്രദ്ധിച്ചു. ഗിരിയേട്ട ടെൻഷൻ ഉണ്ടോ? എന്തായാലും നനഞ്ഞു. ഇനി കുളിച്ചു കയറാൻ പാടും. അച്ഛനെ വിഷമിപ്പിക്കുന്നതിൽ ഗിരിയേട്ടന് പ്രയാസമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ
ഇതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. ആദ്യം ഡോക്ടറും പാറുമായിട്ടുള്ള കല്യാണം നടക്കട്ടെ, ബാക്കിയൊക്കെ വരണത്ത് വെച്ച് കാണാം. ഗിരിയേട്ടൻ ചെയ്യുന്ന ഈ ഉപകാരത്തിന് ഞാനും സിദ്ധുവും എന്നും ഗിരിയേട്ടനോട് കടപ്പെട്ടവരായിരിക്കും. എന്ത് കടപ്പാട്? നിങ്ങൾ രണ്ടുപേരും സുഖത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന കണ്ടാൽ മതി എനിക്ക്. ഞാനിപ്പോ വല്ലാത്ത എക്സൈറ്റ്മെന്റില്ല ഗിരിയേട്ട. എന്നുവെച്ചാ ഞാനും സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു സന്തോഷം. നാളെ ഈ നേരത്തെ ഞാൻ സിദ്ധുവിനൊപ്പായിരിക്കും. അങ്ങനെ ഞാനും സിദ്ധുവും കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്നു. പാറുവിന് ഈ സ്ഥലം ഏതാന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയില. പോരാത്തന്നെ രാത്രി. ഇതേതാ സ്ഥലം? ഇത് ഇന്ദ്രന്റെ നാടാ. ഓ, അയാളുടെ നാടാണോ? അവരാരും ഇപ്പൊ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പാറു, അവിടെ പോലീസാണെന്ന് തോന്നുന്നു. അവര് മിക്കവാറും കൈ കാണിക്കും. കൈ കാണിച്ചാലും നിർത്തരുത്. നിർത്താതെ പോയിക്കോണം, കേട്ടല്ലോ? സാറേ, ഇത് ഇന്ദ്ര സാർ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ? അല്ല, സാറിന് ഈ കുട്ടി അറിയോ? ഇന്ദ്ര സാർ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ആ കുട്ടി തന്നെയാ. നാളെയാണല്ലോ അവര് തമ്മിലുള്ള കല്യാണം. അതിനിടെ പാതിരാത്രിയിൽ ഈ പെണ്ണിത് എവിടെ പോന്നു? ഒളിച്ചോട്ടം വല്ലതാണോ സാറേ? എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ വണ്ടി കയറി. ശരി സാർ, നമുക്ക് നോക്കാം. എന്റെ വിവാഹ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും എനിക്ക് മാത്രമാണുള്ളത്. അച്ഛനും അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ പറയാം. അതിനപ്പുറം ഏതെങ്കിലും ഒരാളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. നിനക്ക് കിട്ടിയ ഗോൾഡ് മെഡലൊക്കെ ആൾക്കാരങ്ങ് മറക്കും. നിന്റെ കഴുത്തിലെ സ്വർണ്ണത്താലി മാത്രമേ ഇനി ആൾക്കാരെ കാണൂ. എന്തിനാണ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്? എന്തിനാണ് ആ സാക്രിഫൈസ്? നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പച്ചി,